വാർത്തകൾ തുടരുന്നു. നവസുവിശേഷവൽക്കരണം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. ബാംഗ്ലൂരിൽ ദൈവശാസ്ത്ര ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കർദിനാൾ. മനുഷ്യന്റെ സമഗ്ര വിമോചനമാണ് സുവിശേഷവൽക്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ഒക്ടോബർ 7 മുതൽ 28 വരെ റോമിൽ നടക്കുന്ന നവസുവിശേഷവൽക്കരണത്തെക്കുറിച്ചുള്ള സിനഡിന് ഒരുക്കമായാണ് CBCI ഡോക്ടറിൻ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ ബാംഗ്ലൂർ NBCLCയിൽ ദേശീയ സെമിനാർ നടക്കുന്നത്. ക്രൈസ്തവ സഭ നിലകൊള്ളുന്നത് സുവിശേഷവൽക്കരണ ശുശ്രൂഷയ്ക്കാണെന്ന് സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിച്ച CBCI ഡോക്ടറിൻ കമ്മീഷൻ ചെയർമാൻ കൂടിയായ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. സെമിനാർ ശനിയാഴ്ച സമാപിക്കും. അരീക്കരയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതി. മൊബൈൽ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ. ഹോം നേഴ്സായി ജോലി നൽകാമെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തി യുവതിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സംഭവം ഇന്റർനെറ്റിലും. അരീക്കരയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്റർനെറ്റിലൂടെ ലോകമെങ്ങും വ്യാപിച്ചിട്ടുള്ളത്. രാമപുരം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് സംഭവത്തിൻ്റെ തുടക്കം. വടക്കൻ ജില്ലയിലുള്ള ഒരു യുവതി കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അരീക്കരയിലെ ആരോപണ വിധേയനായ വീട്ടുടമയുടെ വീട്ടിലെത്തുന്നത്. വീട്ടുടമ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി ആരോപിച്ച് യുവതി അയൽ വീടുകളിൽ വിവരം പറഞ്ഞതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. സംഭവം അറിഞ്ഞ പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും സ്ഥലത്തെത്തുകയായിരുന്നു. ഇതിനിടയിൽ ആരോപണ വിധേയനായ വീട്ടുടമ തന്റെ വാഹനത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ഇയാൾക്ക് പിന്നാലെ പാഞ്ഞെത്തിയ ചിലർ പോലീസ് സഹായത്തോടെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കുറവലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്തിയ നിയമപാലകരാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കുറവലങ്ങാട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. സംഭവം സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ ഇടത് വലത് മുന്നണികൾ തമ്മിൽ ചെറിയ വാക്കേറ്റത്തിനും ഇടയാക്കി. വീട്ടുടമ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായുള്ള യുവതിയുടെ വെളിപ്പെടുത്തലുകളും ആരോപണ വിധേയനായ ആളെ അറസ്റ്റ് ചെയ്യുന്നതിനും ദൃശ്യങ്ങളിലാണ് യൂട്യൂബിലൂടെ ലോകമെങ്ങും വ്യാപിച്ചിട്ടുള്ളത്. വാടകയ്ക്കെടുത്ത കാർ മറിച്ച് വിറ്റ സംഭവം. കാർ കോടതിയിൽ ഹാജരാക്കി. കാർ വാടകയ്ക്കെടുത്ത ശേഷം വിൽക്കുന്നതിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത കാർ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കി. കാർ വാടകയ്ക്കെടുത്ത ശേഷം മറിച്ചുവിറ്റ കാറും പ്രതിയും കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായിരുന്നു. ഇടയാഴം പുത്തങ്കാലായിൽ അനീഷ് ആണ് പോലീസ് പിടിയിലായത്. ഇയാളെ ഏറ്റുമാനൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നീണ്ടൂർ പ്രാവട്ടം സ്വദേശി മന്മഥൻ എന്നയാളുടെ കാറാണ് അനീഷ് വാടകയ്ക്കെടുത്ത് വിറ്റത്. എരുമേലി ചേനപ്പാടിയിൽ സ്വകാര്യ പണമിടപാട് നടത്തിയിരുന്നവരുടെ പക്കൽ നിന്നാണ് SI MS ഷാജഹാൻ ഇന്നലെ കാർ കണ്ടെടുത്തത്. കാറിൻ്റെ അറ്റസ്റ്റ് ചെയ്ത RC ബുക്കും മറ്റ് രേഖകളും നൽകിയ ശേഷം പ്രതികൾ ഇവരിൽ നിന്നും പണം വാങ്ങിയിരുന്നു. പണം തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് സംഘം കാർ പിടിച്ചെടുത്ത് കയ്യിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. സംഭവത്തിൽ പിടിയിലായ ഒന്നാം പ്രതി അനീഷിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ചാണ് കാർ കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിലെ രണ്ടാം പ്രതി എറണാകുളം മരട് നെട്ടൂർക്കര വടക്കേ വീട്ടിൽ പറമ്പിൽ ഷേഖ് ദിലീപ് ഇപ്പോഴും ഒളിവിലാണ്. കാണക്കാരി പുത്തമ്പുരയ്ക്കൽ സുമേഷിൻ്റെ പരാതിയെ തുടർന്നാണ് കഴിഞ്ഞ മാസം അനീഷിനെ കടുത്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. മാർച്ച് 13 സുമേഷിൻ്റെ ഉടമസ്ഥതയിലുള്ള KL 30A 2853 നമ്പറിലുള്ള സാൻഡ്രോ കാർ ഒരു മാസത്തേക്ക് അനീഷ് വാടകയ്ക്കെടുക്കുകയായിരുന്നു. ദിവസം 450 രൂപ നിരക്കിലായിരുന്നു കരാർ. ഒരു മാസം കഴിഞ്ഞിട്ടും വാഹനം മടക്കി നൽകാൻ തയ്യാറാകാത്ത അനീഷിനെ സുമേഷ് ബന്ധപ്പെട്ടപ്പോൾ കൈയൊഴിയുകയായിരുന്നു. ഇതേ തുടർന്ന് സുമേഷ് കോടതിയെ സമീപിക്കുകയും കോടതി നിർദ്ദേശപ്രകാരം കടുത്തുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. ഇനി സിറ്റി ന്യൂസ് സ്പെഷ്യൽ ഡെസ്ക്. വിവാദ കായിക താരം പിങ്കിയുടെ ലിംഗപരിശോധനാ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ. ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഏഷ്യാഡ് ഗോൾഡ് മെഡൽ ജേതാവ് പിങ്കി പ്രമാണിക്കിൻ്റെ ലിംഗപരിശോധനാ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ. 1/2 മിനിറ്റോളം ദൈർഘ്യമുള്ള ദൃശ്യത്തിൽ പിങ്കി പൂർണ്ണ നഗ്നയാണ്. പിങ്കി പുരുഷനാണെന്നും വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചുവെന്നും ആരോപിച്ച് ഒരു സുഹൃത്ത് രംഗത്തെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ജൂൺ 14 പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അറസ്റ്റിന് ശേഷം ജില്ലയിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് ഹോമിൽ വെച്ച് പിങ്കിയെ ലിംഗ പരിശോധനയ്ക്ക് വിധേയയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വീഡിയോ ദൃശ്യം ലോകമാകെ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നത്. വീഡിയോ ദൃശ്യങ്ങളെക്കുറിച്ച് താൻ കേട്ടുവെന്നും കുറ്റക്കാരായവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പിങ്കിയുടെ അഭിഭാഷകൻ തുഹിൻ റോയ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പരാതി നൽകിയാൽ അന്വേഷിക്കാമെന്ന നിലപാടിലാണ് കൊൽക്കത്തയിലെ പോലീസ്. തന്നെ ചിലർ ചതിയിൽപ്പെടുത്തുകയായിരുന്നുവെന്ന് ഒരിക്കൽ പിങ്കി ആരോപിച്ചിരുന്നു. ഇത്രയേറെ വിവാദമായ ഒരു കേസിൽ ലിംഗപരിശോധന ഇതുവരെ പൂർത്തിയാകാത്തതും താരത്തിന് ജാമ്യം അനുവദിക്കാത്തതും സംശയത്തിന് ഇട നൽകുന്നുണ്ടെന്നും വിലയിരുത്തലുകൾ ഉയർന്നിട്ടുണ്ട്. എന്താണെങ്കിലും കായിക ലോകത്ത് ഇന്റർനെറ്റിലെ പ്രചാരം ഏറെ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചരമം. കാഞ്ഞിരത്താനം വെട്ടിക്കത്തടത്തിൽ വർക്കിയുടെ ഭാര്യ ഏലിക്കുട്ടി നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച 2 കാഞ്ഞിരത്താനം സെന്റ് ജോൺസ് പള്ളിയിൽ. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 2765 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ.
കാലാവസ്ഥ. സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യത. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴ ലഭിച്ചേക്കാം. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 55 കിലോമീറ്റർ കടക്കാൻ സാധ്യതയുണ്ട്. താപനില: കോട്ടയം ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസ്, താഴ്ന്ന താപനില 30 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചി 32, 31. ആലപ്പുഴ 31, 30. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറവിലങ്ങാട് വീണ്ടും ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കി. വെയിറ്റിംഗ് ഷെഡ് അടക്കം ക്രമീകരണം വിപുലപ്പെടുത്തണമെന്ന് ജനകീയ ആവശ്യം. KPCC അംഗം ടി ജോസഫിന്റെ മോഷ്ടിക്കപ്പെട്ട കാർ തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്തി. ഡ്രൈവർ മൗഗ്ലി സുനിലിനായുള്ള അന്വേഷണം ഊർജിതം. റേഷൻ മണ്ണെണ്ണ വാങ്ങാൻ ബാങ്ക് അക്കൗണ്ട് വേണം. ജനങ്ങൾ നെട്ടോട്ടത്തിൽ. സംസ്ഥാനത്തെ കൃഷിഭവനുകളിലേക്കുള്ള തെങ്ങിൻ തൈകൾ കോഴ ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിന്ന് വിതരണത്തിന് 19,000 തൈകൾ തയ്യാർ. കോഴ ജില്ലാ കൃഷിത്തോട്ടത്തിൽ എത്തിച്ച കൊയ്ത്ത് യന്ത്രങ്ങൾ പടുതയിട്ട് മൂടി സംരക്ഷിക്കാൻ നീക്കം. നടപടി സിറ്റി ന്യൂസ് ചാനലിൽ വന്ന വാർത്തയെ തുടർന്ന്. വാലാച്ചിറയിലെ സ്ഥിതിയും മറിച്ചല്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.